ഒരാഴ്ചയായിട്ട് ബീഹാർ തിരഞ്ഞെടുപ്പ് രംഗം കലങ്ങി മറിഞ്ഞു. ഈ ഇന്ത്യ മുന്നണിക്ക് പ്രത്യേകിച്ചൊരു മുദ്രാവാക്യമോ സംഗതിയോ ഇല്ല. അവർക്കൊരു ധാരണയിലെത്താൻ പറ്റിയില്ല. കാര്യം 9 സീറ്റെങ്കിൽ 9 സീറ്റ് അവർ തമ്മിൽ മത്സരിക്കുന്നു. അതിൽ കൂടുതൽ സീറ്റുകളിൽ വിമതന്മാർ മത്സരിക്കുന്നുണ്ട്. ആകെ കൂടെ ഒന്ന് രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ട് ചോരി പരിപാടി ഉണ്ടല്ലോ, അത് ചീറ്റിപ്പോയി. വോട്ട് ചോരി എന്ന് പറഞ്ഞ് പുള്ളി ഒരു യാത്രയൊക്കെ നടത്തി. അതിന് തൊട്ടടുത്ത ദിവസം പുള്ളി മുങ്ങിയിട്ട് കൊളംബിയയിലോ അങ്ങോട്ടൊക്കെ പോയി. പിന്നെ പുള്ളിയെ കാണുന്നില്ല. ടി ജി എന്ന് പറഞ്ഞിരുന്നു, ഇത് പറഞ്ഞ പാടെ അത് പറയുന്നത് ടി ജി അത് പറഞ്ഞിരുന്നു അന്ന്. അങ്ങനെ മുങ്ങുമെന്ന് പറഞ്ഞു പുള്ളി. അങ്ങനെയാണല്ലോ. തേജസ്വി യാദവ് തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ ഇയാളെ കാണുന്നില്ല. കക്ഷി എവിടെ പോയി, എവിടെ പോയെന്നറിയാമല്ലോ ചേട്ടാ, വണ്ടി കയറി പോകുന്നുണ്ട് വന്നു. പിന്നെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി കൊളംബിയയിലിരിക്കുന്നു. തേജസ്വിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാനും അറിയാമല്ല. കാരണം ഇത് കുറേ കണക്ക് മഹാദേവപുര എന്നൊക്കെ പറഞ്ഞുള്ള കണക്കാണല്ലോ. തേജസ്വി യാദവിന് മഹാദേവപുര തെക്കാണോ വടക്കാണോ എന്ന് ആ മനുഷ്യനെ അറിഞ്ഞുകൂടാ. പുള്ളി അതങ്ങ് താഴെയിട്ടു. കാരണം വോട്ട് ചോരിക്കകത്തൊരു കഴമ്പുമില്ല എന്ന് തേജസ്വിക്കറിയാം. പിന്നെ രാഹുൽ ഗാന്ധി ബഹളം വയ്ക്കുന്ന ശരി സിന്ദാബാദ് എന്ന് പറഞ്ഞ് കൂടിയതാണ്. പിന്നെ രാഹുൽ ഗാന്ധിക്ക് വേണ്ട പിന്നെ അങ്ങർക്കാണ് വേണ്ടത്. അങ്ങനെ അത് ഇട്ട് കളഞ്ഞു. വോട്ട് ചോരി അപ്രസക്തമായി. ജാതി സെൻസസ് അത് നടത്തുമെന്ന് മോദി മുൻകൂട്ടി പറഞ്ഞോടെ പിന്നെ അതിന് മൂർച്ചയില്ല, അത് പോയി. അങ്ങനെ ആകെ വഷളായി അവർ. അതുകൊണ്ട് രാഹുൽ ഗാന്ധി ഇനിയിപ്പോൾ ഈ ആയുധങ്ങളൊക്കെ ഉപയോഗിക്കുമെന്ന് എനിക്കറിയില്ല.